ഞാനിന്നിവിടെ എടുക്കാൻ പോകുന്ന ക്ലാസ് അക്കൗണ്ടിങ് ഇക്വേഷനാണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ അക്കൗണ്ടിങ് ഇക്വേഷൻ കഴിഞ്ഞ ദിവസം കുറേ എടുത്തായിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ടാണ് പഠിക്കുന്നത്. പക്ഷേ അത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ കുറിച്ചുള്ള റൂൾസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ദ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് ഗിവൻ ഹൗ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ക്ലാസിഫൈഡ് ഇൻറ്റു പേഴ്സണൽ, റിയൽ ആൻഡ് നോമിനൽ അക്കൗണ്ട്. ഇപ്പോൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അക്കൗണ്ടിങ്ങിനെ 3ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. അതിലെ പേഴ്സണൽ അക്കൗണ്ട് എന്താണെന്ന് നോക്കാം. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം വ്യക്തിപരമായിട്ടുള്ളത്. ഇപ്പോൾ ഡെബിറ്റ് റിസീവർ ആൻഡ് ക്രെഡിറ്റ് ഗിവർ, ഇതാണ് ഈ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂള്. എന്താണോ ആരാണോ അവിടുത്തെ സ്വീകരിക്കുന്നത് ആരാണ്, ആ ആളിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. നമ്മുടെ കയ്യിൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത് ആ ആളിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ കൂടുതലായിട്ട് വ്യക്തികളെ ഉദ്ദേശിച്ചാണ്. ഇൻഡിവിജ്വൽ പേഴ്സൺസ് ഓർ കമ്പനീസ്, അതായിരിക്കും പേഴ്സണൽ അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ആ രീതിയിലായിരിക്കും പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ അനുസരിച്ച് നമ്മൾ ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് എന്താണെന്ന് നോക്കാം. അവിടെ റിയൽ അക്കൗണ്ടിൻ്റെ റൂൾസ് അനുസരിച്ച് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. എന്താണോ നമ്മുടെ കയ്യിൽ എത്തിച്ചേരുന്നത് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ക്രെഡിറ്റ് ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് എന്താണോ പോകുന്നത് അതിനെ ആശ്രയിച്ച്. ഇപ്പോൾ ടാഞ്ചിബിൾ ആകാം, ഇൻടാഞ്ചിബിൾ അസറ്റ് ആകാം. അസറ്റുകളാണ് ഈ റിയൽ അക്കൗണ്ടിൽ കൂടുതലായിട്ടും നമ്മൾ റിയൽ അക്കൗണ്ടിൻ്റെ ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെടുന്നത്. ഇനി അടുത്ത നോക്കാം നോമിനൽ അക്കൗണ്ട് എന്താണെന്ന് നോക്കാം. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ഓർ ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ഓർ ഗെയിൻസ്. ഇപ്പോൾ എക്സ്പെൻസസും ലോസസും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. ക്രെഡിറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഇൻകംസ്, ഗെയിൻസ്. ഇപ്പോൾ ഇതിന് നമുക്ക് ഈ എക്സ്പെൻസസും ലോസസിനെ എന്ത് ചെയ്യുന്നു, നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ അനുസരിച്ച് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ക്രെഡിറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഇൻകംസ് ഓർ ഗെയിൻസ്. ഇപ്പം നമുക്കിവിടെ ഒരു എക്സാമ്പിൾ എടുക്കാം. ക്യാഷ് റിസീവ്ഡ് ഫ്രം ലാൽ ₹50,000. ഇപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിലൊരു സാധനം കിട്ടുന്നുണ്ട്. എന്താണ് കിട്ടുന്നത്, ക്യാഷ്. നമ്മുടെ ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടുന്നത്, ഫ്രം എന്നുള്ള ആ പ്രിപ്പോസിഷനും പിന്നെ മീനിങ് ഉണ്ട് അവിടെ. ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടുന്നത്, ലാലിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഇവിടെ രണ്ട് ഇത് വരുന്നുണ്ട്, രണ്ട് ക്യാഷും വരുന്നുണ്ട്, ലാലും വരുന്നുണ്ട്. ലാൽ എന്നുള്ള പേര് മെൻഷൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇപ്പം നമ്മൾ പിന്നെ ഇപ്പോൾ ക്യാഷ് റിസീവ്ഡ് ഫ്രം ബാങ്ക് എന്നാണെങ്കിൽ നമുക്ക് എൻട്രി എഴുതാം, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അവിടെ പിന്നെ ഇവിടെ ഇപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷനിൽ നമ്മൾ ചെയ്യുന്നത് ക്യാഷ് റിസീവ്ഡ് ഫ്രം ലാൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ലാൽ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ₹50,000 നമ്മൾക്ക് കിട്ടി. അപ്പം നമ്മുടെ കയ്യിൽ എന്താണ് കിട്ടിയത്, അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം നമ്മുടെ കയ്യിൽ എന്താണ് കിട്ടിയത്, ക്യാഷ്. ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്, ക്യാഷിനെ നമുക്ക് റിയൽ അക്കൗണ്ട് അനുസരിച്ച് നമ്മുടെ കയ്യിൽ വാട്ട് കംസ് ഇൻ, അവിടെ എന്താണ് വന്നിരിക്കുന്നത്, ക്യാഷ് വന്നിരിക്കുന്നു. അപ്പോൾ ക്യാഷിനെ നമുക്ക് റിയൽ അക്കൗണ്ട് അനുസരിച്ച് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ക്യാഷിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. ടു ലാൽ, ലാൽ എന്ന് പറയുന്നത് അവിടെ ആരാണ്, ഗിവർ. പേഴ്സണൽ അക്കൗണ്ട് അനുസരിച്ച് ഗിവറാണ് ലാൽ. അതുപോലെ ഈ എമൗണ്ട് എഴുതുമ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എന്നുള്ളിടത്ത് ഈ ഡെബിറ്റിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ₹50,000 എഴുതണം. ടു ലാൽ എന്നുള്ളിടത്തും എന്തെഴുതണം, ₹50,000 എഴുതിയിരിക്കണം. ഇനി നമ്മളൊരു ട്രാൻസാക്ഷൻ എഴുതുമ്പോൾ അതിന് കമ്പൽസറി ആയിട്ടൊരു നറേഷൻ എഴുതിയിരിക്കണം. ആ ക്വസ്റ്റ്യൻ തന്നെ എഴുതിയാലും മതി. ബീങ് ക്യാഷ് റിസീവ്ഡ് ഫ്രം ലാൽ എന്നങ്ങ് എഴുതിയാൽ മതി. അപ്പം ആദ്യത്തെ ട്രാൻസാക്ഷൻ മനസ്സിലായല്ലോ. ഇനി അടുത്തതെന്ന് പറയുന്നത് പെയ്ഡ് റെൻറ്റ് റുപ്പീസ് എത്രയാണ്, ₹60,000. റെൻറ്റ് കൊടുത്തു. അപ്പോൾ അവിടെ നിന്ന് പറയുന്നത് റെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, റെൻറ്റ് ഈസ് ആൻ എക്സ്പെൻസ്. റെൻറ്റ് നമുക്ക് എല്ലാ മാസവും ഉള്ള ഒരു ചിലവാണ്. അപ്പോൾ നോമിനൽ അക്കൗണ്ട് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, റെൻറ്റിനെ ഡെബിറ്റ് ചെയ്യുന്നു. റെൻറ്റ് എന്തായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, ക്യാഷ് ആയിട്ടാണ്. അവിടെ അത് പറയുന്നില്ല. പെയ്ഡ് റെൻറ്റ് ₹6,000 എന്ന് പറയുമ്പോൾ റെൻ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, അവിടെ
ക്യാഷാണ്, ക്യാഷ് കുറയുന്നു. പറയുന്നത് മനസ്സിലായോ? ക്യാഷ് കുറയുന്നു. അപ്പോൾ നമ്മൾ എൻട്രി എഴുതുമ്പോൾ എങ്ങനെ എഴുതുന്നത്? റെൻ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എത്ര വീതം? 6000 ഈച്ച്. ഇപ്പോൾ റെൻ്റ് അക്കൗണ്ട് ഡെറ്റർ ഇങ്ങനെ എഴുതിയിട്ട് ടു എന്ന് എഴുതുന്നത് റെൻറ്റിൻ്റെ അടിയിൽ ഇച്ചിരി മാറ്റിയിട്ട് ക്യാഷ് എന്ന് എഴുതും. ക്യാഷ്. ഇപ്പോൾ ഇവിടെ 6000 എഴുതി, പിന്നെ ക്യാഷിന് നേർക്ക് 6000 എഴുതി. ഇപ്പോൾ ഈ രണ്ട് എൻട്രിയും എന്താകുന്നു? ടാലി ആകുന്നുണ്ട്. അപ്പം എൻട്രി എഴുതുന്നത് മനസ്സിലാക്കാണല്ലോ. അപ്പം പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് അനുസരിച്ചുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ ചെയ്തത്.